ഓക്കെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും JCNDSD എന്ന ഗ്രൂപ്പിലൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അന്യഭാഷയും പരിശുദ്ധാത്മാവും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഉളവാക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഈ അന്യഭാഷ എന്നുള്ളതും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ചും. ദൈവത്തിന്റെ വചനം പഠിക്കേണ്ട വിധത്തിൽ പഠിച്ചാൽ ഇത് തെറ്റിദ്ധാരണയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്ക് ലോകത്തുള്ള പെന്തക്കോസ് പ്രസ്ഥാനങ്ങളുടെ അന്യഭാഷകളെ എല്ലാം ന്യായീകരിക്കാൻ പറ്റില്ല. വലിയൊരു കൂട്ടം അന്യഭാഷയിലൂടെ ദൈവവചനം വിരുദ്ധമായിട്ട് വചനത്തിൽ പറയുന്ന വിധമല്ലാതെ അവർ സംസാരിക്കുന്നു. ദൈവവചനത്തിന് അനുകൂലമായിട്ടുള്ള ഭാഷയെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പൊതുവെ അടച്ച് അന്യഭാഷ പറയുന്നതെല്ലാം പിശാചിൻ്റെതാണ്, ദുരാത്മാവാണെന്ന് അടച്ച് നമുക്ക് പ്രഖ്യാപിക്കുവാനും കഴിയില്ല. എന്നാൽ ഇന്നുള്ള ബഹുഭൂരിപക്ഷം അന്യഭാഷ പറയുന്ന വ്യക്തികളും അവരുടെ ജീവിതവും അവരുടെ നിലവാരവും വെച്ച് നോക്കിയാൽ അത് ദൈവവചനത്തിന് വിരുദ്ധവും വലിയ സാത്താന്റെ ഒരു വലിയ തന്ത്രവുമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ അടച്ച് ആക്ഷേപിക്കാൻ വ്യവസ്ഥയില്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. പഴയ നിയമത്തിലും അന്യഭാഷയെക്കുറിച്ച് പറയുന്നു. നമുക്ക് അന്യഭാഷയുടെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അന്യഭാഷ നടന്നത് പുതിയ നിയമസഭയിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഒന്ന് വായിക്കാം. നമുക്കറിയാവുന്നതാണ്, എങ്കിലും ഒന്ന് വായിച്ച് ഒന്നുകൂടെ അറിയുന്നത് നമുക്ക് ഏറ്റവും ഉചിതമാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. എന്താ നിറച്ചത്? കൊടിയ കാറ്റടിക്കുന്ന ഈ മുഴക്കം. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അതും പ്രത്യേകം നമ്മൾ വായിച്ച് ചിന്തിക്കേണ്ട വിഷയമാണ്. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരുടെ മേലും ഒന്നിച്ചു പതിഞ്ഞു എന്നല്ല ഇതിന്റെ അർത്ഥം. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ ഓരോരുത്തരിൽ പതിഞ്ഞത് അത് ഒരേ സമയത്ത് അല്ല എന്നുള്ളത് വ്യക്തമാണ്. അതാണ് ഓരോരുത്തന്റെ മേൽ പതിഞ്ഞ് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അവിടെ ഒരു തുടക്കമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഓരോരുത്തരാണ് സംസാരിച്ചതെന്ന് വ്യക്തമായിട്ട് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ തെളിവ് തരാം. നിങ്ങൾ ശ്രദ്ധിച്ചാലും അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും പ്രവിച്ചു, ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ?
പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പാർത്തരും മേദ്യരും ഏലാമ്യരും മെസൊപ്പൊത്തേമിയയിലും യഹൂദിയയിലും കപ്പദോക്കിയിലും പൊന്തോസിലും ആസിയയിലും ഫ്രുഗിയയിലും പമ്പൂല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന അന്യഭാഷയുടെ ബഹളം പോലെ എല്ലാവരും ഒന്നിച്ച് ബഹളമുണ്ടാക്കിയാൽ ആർക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് പൗലോസ് ശ്ലീഹ എടുത്തു പറയുന്നുണ്ട്. മറ്റൊരുവൻ വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയില്ലേ? വ്യക്തമായ ഭാഷ സംസാരിച്ചെങ്കിൽ മാത്രമല്ല മനസ്സിലാവുള്ളൂ. അപ്പോൾ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് അന്യഭാഷകൾ സംസാരിച്ചപ്പോൾ അവിടെ ഓരോരുത്തരായിട്ട് സംസാരിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിശ്വാസ്യമായിട്ടുള്ളത്. കാരണം 120 പേര് ഒന്നിച്ച് സംസാരിച്ചാൽ അവരവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷകളിൽ അത് കേൾക്കുക, അവർക്കത് കേൾക്കാൻ കഴിയില്ല. വിവിധ ഭാഷകൾ ഇവിടെ സംസാരിച്ചു. ഞാൻ 1-2 കാര്യങ്ങൾ കൂടി ഇതിനോടുള്ള ബന്ധത്തിൽ സൂചിപ്പിക്കുക. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഇതിനോട് ചേർന്ന് വായിക്കുക. സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം വരും? കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീട്ടിയതോ എന്തെന്ന് എങ്ങനെ അറിയും? കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ഒരുങ്ങും. അതുപോലെ നിങ്ങളും നാവ് കൊണ്ട് തെളിവായ വാക്കുച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവർ ആകുമല്ലോ. ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തവയല്ല. അപ്പോൾ തെളിവില്ലാത്തവയല്ല എന്ന് വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നു. അപ്പോൾ പെന്തക്കോസ് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അനവധി ഭാഷക്കാരവിടെയുണ്ട്. അവരെല്ലാം പറയുന്നു, നമ്മുടേതായിട്ടുള്ള ഭാഷകളിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളാണല്ലോ അവർ പറയുന്നത് എന്ന് വ്യക്തതയോടെ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ അവരെ കേൾക്കുവാൻ പര്യാപ്തമായ നിലയിലാണ് അവിടെ സംസാരിച്ചത്. ഒന്നിച്ച് അവരൊരു വലിയ ബഹളം ഉണ്ടാക്കി എന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നില്ല. ഇന്ന് എല്ലാവരും ഒന്നിച്ച് ബഹളമാണ്. ഇനി അതിന് മറ്റ് ചില കാരണങ്ങൾ കൂടി വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അന്യഭാഷയിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ള വചനം 1 കൊരിന്ത്യർ 14-26 മുതൽ 28 വരെ ഞാനൊന്ന് വായിക്കാൻ താല്പര്യപ്പെടുക. എന്നാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. ഇനി ശ്രദ്ധിക്കണം, അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ. അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനിയില്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ.
ഇത് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ, വ്യക്തമായി പഠിക്കാതെ തർക്കത്തിന് വേണ്ടി മാത്രം നമ്മൾ മുൻപോട്ട് പോയാൽ നമ്മൾ പരാജയപ്പെടുകയുള്ളൂ. അന്യഭാഷയെ അടച്ചാക്ഷേപിക്കുന്നത് അത് പിശാചിന് വലിയ സന്തോഷമാണ്. ഇന്ന് കാണുന്ന അന്യഭാഷ ഭാഷ മുഴുവൻ ദൈവികമാണെന്ന് പറയുന്നതും അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. ബൈബിളിൽ എന്ത് പറയുന്നു അന്യഭാഷയെക്കുറിച്ച്? അത് ഇവിടെ പറയുന്നു, അന്യഭാഷ സംസാരിക്കേണ്ട വിധം പറയുന്നുണ്ട്. സഭയിൽ നിങ്ങൾ കൂടി വരുമ്പോൾ അന്യഭാഷ ഉണ്ടെന്നാ പറയുന്നത്, ഇല്ലെന്ന് പറയുന്നില്ല. നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനവും ഉണ്ട്. സകലവും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണിത്. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ. ഇതാണോ നടക്കുന്നത്? എല്ലാവരുടെയും തലയിൽ കൈവച്ച് എല്ലാവരും ഒന്നിച്ചൊരു ബഹളം ഉണ്ടാക്കാൻ വേണ്ടി അതിന് പാസ്റ്റർമാരും അതിനെ ആഹ്വാനം ചെയ്യുന്നവരും. ഇതിന് ശേഷമായിട്ട് അടുത്ത ദിവസങ്ങളിൽ എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. അന്യഭാഷയുള്ള ബന്ധത്തിൽ ഞാൻ കേട്ടതും ഞാൻ കണ്ടതുമായിട്ടുള്ള ചില വിചിത്രമായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഏറിയാൽ 3 പേരോ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവരും ഓരോരുത്തരായി സംസാരിക്കണമെന്നാ. ഒരു സഭയിൽ 3 പേര് അന്യഭാഷ സംസാരിക്കുമ്പോൾ ഒന്നിച്ച് സംസാരിക്കണമെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. അവരിൽ ഓരോരുത്തരായി സംസാരിക്കണം. സംസാരിക്കുമ്പോൾ എന്തുണ്ടാകണം? ആ ഒരുവൻ സംസാരിക്കുമ്പോൾ ഒരു വ്യാഖ്യാനി ഉണ്ടായിരിക്കണം. വ്യാഖ്യാനി ഇല്ലെന്ന് വെച്ചോ, എന്ത് ചെയ്യണം? വ്യാഖ്യാനി ഇല്ലെങ്കിൽ ഈ അന്യഭാഷക്കാരൻ മിണ്ടാതെ ഇരുന്ന് തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. അതാണ് യഥാർത്ഥമായിട്ടുള്ള സംസാരിക്കേണ്ടത്. അന്യഭാഷ സംസാരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു, മനുഷ്യരാരും തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്യഭാഷയുണ്ട്, അന്യഭാഷകളുമുണ്ട്. ഇത് നന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സംശയങ്ങൾ പൂർണ്ണമായിട്ട് തീരുകയുള്ളൂ. അന്യഭാഷയൊന്നുണ്ട്, അന്യഭാഷകളുണ്ട്. 1 കൊരിന്ത്യർ 14:2 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. 14-4 വാക്യം വായിക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കുതാൻ ആത്മീയ വർധന വരുത്തുന്നു. അതെങ്ങനെയാണ്? ബഹളമുണ്ടാക്കി വ്യാഖ്യാനി ഇല്ലാതിരിക്കുമ്പോഴും അന്യഭാഷ തന്നെ സംസാരിച്ച് മുൻപോട്ട് പോകുന്നതിൽ ആത്മീയ വർധന വരുന്നില്ല. നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്ന അന്യഭാഷയെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത് മനുഷ്യരാർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇനി വലിയ ശബ്ദത്തിൽ ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ അതിന് വ്യാഖ്യാനി ഉണ്ടായിരിക്കണം. വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ ഇരുന്ന് തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. നാട്ടുകാരെ വിളിച്ചു കൂകി അറിയിക്കുക എന്നുള്ളതല്ല ഇതിന്റെ ഉദ്ദേശം. സഭയിൽ അന്യഭാഷക്കാരൻ എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യർ 14:5 വായിക്കുന്നു, നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. എന്നാൽ പൗലോസ് തന്നെ ചോദിക്കുന്നു 12:30 എല്ലാവരും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? അപ്പൊ അന്യഭാഷകൾ എന്ന് പറയുന്നത് ഒരു വരവാ. അത് സംസാരിച്ചാൽ ഈ ആവശ്യമില്ലാതെ അന്യഭാഷ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല.
അത് പ്രയോജനം ഉണ്ടാകണം. ആ പ്രയോജനം ഉണ്ടാകേണ്ട വിധത്തിലുള്ള ഒരു സംവിധാനമാണ്, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഇന്നും ദൈവത്തിന് അന്യഭാഷയിലൂടെ സംസാരിക്കാൻ കഴിയും. കാരണം പെന്തക്കോസ്തിനല്ലാതാ സംഭവിച്ചത്. വിവിധ ഭാഷക്കാർ വന്നു. ആ വിവിധ ഭാഷക്കാർക്ക് ദൈവത്തിന്റെ വൻകാര്യം പറയണമെങ്കിൽ, വൻകാര്യം അറിയണമെങ്കിൽ, വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അവർ മറ്റു രാജ്യങ്ങളിൽ അവർ പഠിച്ച അവരവരുടേതായ ഭാഷകളിൽ സംസാരിച്ചെങ്കിലേ പറ്റൂ. ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. അത് ഇന്നും ഉണ്ടാകുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ ആ സാഹചര്യം ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ പരിശുദ്ധാത്മാവാണെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പ്രത്യേകിച്ച് ഈ അന്യഭാഷ അടയാളം, പരിശുദ്ധാത്മാവിന്റെ അടയാളം, ഈ പെന്തക്കോസ്തുകാർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റ് അതാണ്. പരിശുദ്ധാത്മാവിന്റെ അടയാളം അന്യഭാഷയാണ്. പരിശുദ്ധാത്മാവിന്റെ അടയാളം അന്യഭാഷയിൽ മാത്രം ഒതുക്കി വെച്ച് അന്യഭാഷ ഇല്ലാത്തവന് പരിശുദ്ധാത്മാവില്ല. വാസ്തവത്തിൽ അന്യഭാഷ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിന്റെ അടയാളം. ബൈബിൾ പറയുന്നുണ്ട് ഈ അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസിക്കല്ല, അവിശ്വാസിക്ക് അത്രയെന്ന്. അപ്പൊ ഇത് അവിശ്വാസിക്ക് വേണ്ടിയാണ് ഈ അന്യഭാഷകൾ. ഞാൻ പറഞ്ഞല്ലോ, അന്യഭാഷയുണ്ട്, അന്യഭാഷകളുണ്ട്. അന്യഭാഷകൾക്ക് വ്യാഖ്യാനം ഉണ്ടാകണം. അന്യഭാഷ സംസാരിക്കുന്നവൻ അത് മനുഷ്യരോടല്ല, മനുഷ്യർക്കാർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അത് ദൈവത്തോട് സംസാരിക്കണം. അത് സഭയിൽ മിണ്ടാതിരുന്ന് സംസാരിക്കണമെന്ന. മിണ്ടാതിരുന്ന് സംസാരിക്കാൻ അറിയത്തില്ലേ? മൗനമായി അന്യഭാഷ സംസാരിക്കാൻ അറിയത്തില്ലേ? അതൊക്കെ പഠിക്കണം ഈ അന്ത്യകാലത്ത്. അപ്പൊ അന്യഭാഷ, ഇന്ന് കാണിക്കുന്ന അന്യഭാഷകളെ ഒന്നും അംഗീകരിക്കാൻ ആർക്കും പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചില അനുഭവങ്ങളിലൂടെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ അന്യഭാഷ വിലക്കിയിട്ടില്ല. പക്ഷെ അന്യഭാഷയിൽ സംസാരിക്കുന്നത് അത് അന്യഭാഷയല്ല, പിശാചിൻ്റെതാണ് ആ വ്യക്തിയിലൂടെ സംസാരിച്ചതെന്ന് മനസ്സിലാക്കി ഞാൻ ശാസിച്ചിട്ടുണ്ട്. അതവർക്ക് ബുദ്ധിമുട്ടായിട്ടും തീർന്നിട്ടുമുണ്ട്. കാരണം ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് വരുന്നത് ഒരു അന്യഭാഷ എന്ന് പറഞ്ഞ് ആത്മാവിന്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അന്യഭാഷയല്ല, ആത്മാവിന്റെ പ്രവർത്തനമല്ല. അത് മനസ്സിലാക്കുവാനുള്ള വിവേചനം നമുക്കുണ്ടാകും. അപ്പോ 1 Corinthians 14:5 വായിക്കുമ്പോൾ, നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. എല്ലാവർക്കും രോഗശാന്തി വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നവരുണ്ടോ? അപ്പൊ ഇത് വരവാണ്. അന്യഭാഷകൾ എന്ന് പറഞ്ഞാൽ വരവാണ്. അന്യഭാഷ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് സംസാരിക്കുന്നതാണ്. മനുഷ്യരും തിരിച്ചറിയുന്നില്ല. അന്യഭാഷകളാണ് എങ്കിൽ അതിന് വ്യാഖ്യാനി ഉണ്ടായിരിക്കണം. വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ തന്നോടും ദൈവത്തോടും മിണ്ടാതെ ഇരുന്നെന്ന് പറയുന്നുണ്ട്. സഭയിൽ മിണ്ടാതെ ഇരുന്ന് തന്നോടും ദൈവത്തോടും സംസാരിക്കണം. അപ്പൊ ഇന്ന് കാണിക്കുന്ന മുഴുവൻ വചനവിരുദ്ധമല്ലേ? ഇന്ന് ചെയ്യുന്നതെല്ലാം ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് വളരെയധികം അകന്നു നിൽക്കുന്ന പ്രവൃത്തിയല്ലേ നടക്കുന്നത്? ഹല്ലേലൂയ. അന്യഭാഷ എന്ന വരം, അന്യഭാഷകൾ എന്ന വരം സഭയ്ക്ക് നൽകപ്പെട്ടതിന്റെ ഉദ്ദേശം എന്തൊക്കെയാണെന്ന് ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:4 ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവിടെയാണ് അന്യഭാഷകളിൽ, പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷകൾ സംസാരിച്ചു. ഉദ്ദേശം 2:5 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ആകാശത്തിന് കീഴുള്ള സകല ജാതികളും ദൈവത്തിന്റെ വൻകാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നുവെന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ ഇന്നും മറ്റുള്ള ഭാഷക്കാര് തിരിച്ചറിയുവാൻ ദൈവം സഭയിൽ അവിടെ മറ്റൊരു ഭാഷക്കാരൻ ഇരിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ മറ്റൊരു ഭാഷയിലൂടെ, അവനറിയാവുന്ന ഭാഷയിലൂടെ, നമുക്കത് നമ്മുടെ സ്വന്തം ഭാഷയല്ല, അവന്റെ ഭാഷയാണ്, അന്യഭാഷയാണ്, അങ്ങനെ സംസാരിക്കുന്നതിൽ തെറ്റില്ല. പ്രൈസ് ദി ലോർഡ്.
1 കൊരിന്ത്യർ 14 അധ്യായം 5 വാക്യം വായിക്കുമ്പോൾ അതിന്റെ ബി ഭാഗം, അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കേണ്ടതിനാണ്. കണ്ടോ? അപ്പൊ അന്യഭാഷയുടെ ഉദ്ദേശം എന്താ? ഒന്ന്, മറ്റൊരുവൻ അന്യഭാഷക്കാരൻ വന്നാൽ അവന് വേണ്ടി, നമുക്ക് അന്യഭാഷയാണ്, അവനത് അന്യഭാഷയല്ല, അവന്റെ സ്വന്തം ഭാഷയാണ്. അവൻ ആത്മീയ വർധന, അല്ലെങ്കിൽ അവന് അത് ദൈവത്തിന്റെ വൻകാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ സഭയ്ക്ക് അത് ആത്മീയ വർധനമുണ്ട്. കാരണം ഇത് കേട്ട് കഴിയുമ്പോൾ മറ്റവനത് വിശ്വസിക്കുകയും അവനത് മനസ്സിലാക്കുകയും അവനത് സാക്ഷ്യം പറയുകയും, ഇന്നയാൾ സംസാരിച്ചത് ഇന്ന കാര്യമാണ്, അതെനിക്ക് വ്യക്തമായിട്ട് എനിക്കത് മനസ്സിലായി, അത് ഇന്ന കാര്യമാണ്, എന്റെ ഭാഷയിലാണ് സംസാരിച്ചെന്ന് പറയുമ്പോൾ അത് സഭയ്ക്ക് ആത്മീയ വർധനമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. 14 അധ്യായത്തിൽ 22 വാക്യം, അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. അതിന് 23 വാക്യം വായിക്കുമ്പോൾ, സഭയൊക്കെയും ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ? 14-18, നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് 19 വാക്യം, എങ്കിലും സഭയിൽ, ശ്രദ്ധിക്കണം, എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങളെക്കാൾ കൂടുതൽ അന്യഭാഷ സംസാരിക്കുന്ന പൗലോസ് പറയുകയാ, എങ്കിലും സഭയിൽ, അപ്പോ ഈ സഭയിൽ മിണ്ടാതെ ഇരുന്ന് തന്നോടും ദൈവത്തോട് സംസാരിക്കട്ടെ എന്ന് പഠിപ്പിച്ച അതേ പൗലോസ്ലീഹ പറയുകയാണ്, സഭയിൽ അന്യഭാഷ പറയുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം നിങ്ങൾ ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റൊരു ഭാഷക്കാരനില്ലെങ്കിൽ അന്യഭാഷയുടെ ആവശ്യമുണ്ടോ? 14-39 വാക്യം ഞാൻ വായിക്കുക. അതുകൊണ്ട് സഹോദരന്മാര്, അന്യഭാഷകളിൽ സംസാരിക്കുന്ന വിലക്കയുമരുത്. അങ്ങനെ ഒരു പ്രയോഗം കൂടെ, അന്യഭാഷയെ വിലക്കാൻ വേണ്ടി മാത്രം വെമ്പൽ കൊള്ളുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അന്യഭാഷയെ വിലക്കരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അന്യഭാഷയല്ല ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാരമല്ല എങ്കിൽ അത് നമ്മളത് നിഷേധിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നമുക്കറിയോ, ഒരുവൻ ആത്മീയ വർധനയ്ക്കായിട്ട് അവൻ സംസാരിക്കുമ്പോൾ നമുക്കത് വിലക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് സഹോദരന്മാര്, അന്യഭാഷകളിൽ സംസാരിക്കുന്ന വിലക്കയും വരുത്, സകലവും ഉചിതവും ക്രമമായി നടക്കട്ടെ. ഈ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് അവിടെ നിർത്തുകയാണ്. ഒത്തിരി എൻ്റെ അനുഭവത്തിലൂടെ ഉള്ള പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട്, വചനത്തിന്റെ വെളിച്ചത്തിൽ തന്നെ. ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹോദരന്മാര്, അന്യഭാഷകളിൽ സംസാരിക്കുന്ന വിലക്കരുത്. അതുകൊണ്ട് അന്യഭാഷ വിലക്കാൻ, അതിനെതിരെ വാളുമെടുത്തിറങ്ങാൻ തയ്യാറാകണ്ട, വേണ്ട. അപ്പോ അത് വിലക്കരുത്. പിന്നെ സകലവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. എന്താ ഉചിതവും ക്രമവുമായി നടക്കട്ടെ എന്ന് പറഞ്ഞാൽ, ആ ഉചിതവും ക്രമവും എന്താണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ഉചിതമാണ് ഞാൻ അല്പം മുമ്പ് ബൈബിളിലൂടെ ഞാൻ എടുത്ത് വായിച്ചത്. എന്താ? സഹോദരന്മാരെ, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2-3 പേർ ആകട്ടെ, അവരും ഓരോരുത്തരായി സംസാരിക്കട്ടെ. അന്യഭാഷയിൽ ഒരുവൻ സംസാരിക്കുമ്പോൾ അതിനൊരു വ്യാഖ്യാനി ഉണ്ടായിരിക്കണം. വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതെ ഇരുന്ന് തന്നോടും ദൈവത്തോടും സംസാരിച്ചോട്ടെ. മിണ്ടാതിരുന്ന് തന്നോടും ദൈവത്തോടും സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഈ പണിക്കിറങ്ങല്ലേ. മനസ്സിലായോ? അതാണ് ഉചിതമാകട്ടെ, ചന്തമാകട്ടെ,
മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള, നിങ്ങളുടെ ഇടയിൽ പ്രാന്തുണ്ട് എന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഈ പാസ്റ്റേഴ്സ് നടത്തുന്ന അന്യഭാഷയുടെ ഒരു വലിയ പ്രകടനം വലിച്ചെറിയുന്നു. നമുക്കറിയാം പിന്നെ അവിടെ എന്തെല്ലാം തരിയുടെ പരിപാടികൾ അവിടെ കാണിക്കുന്നറിയോ? അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചാടി മറിഞ്ഞ് തലയും കുത്തി മറിഞ്ഞ് ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ട് എന്തോ കുപ്പിക്കകത്തെന്തോ വെള്ളമെടുത്ത് വീശുന്നു, അങ്ങോട്ട് വീശുന്നു, ഇങ്ങോട്ട് വീശുന്നു. അതെല്ലാം പിശാചിന്റെയാ. അന്യഭാഷ പിശാചിന്റെതാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇന്ന് കാണിക്കുന്ന പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിൽ പറയുന്ന അന്യഭാഷകളിൽ 90% സാത്താൻ എടുത്ത് ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ നമുക്ക് വളരെ ലജ്ജ തോന്നും. ദൈവത്തിന്റെ വചനം പറയേണ്ട സ്ഥാനത്ത് വചനം പറഞ്ഞ് അഭിഷേകത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക അഭിഷേകത്താൽ ദൈവത്തിന്റെ വചനത്തിന്റെ സന്ദേശം വിളിച്ചറിയിക്കേണ്ട സമയം മുഴുവൻ വലിയ കോളിളക്കം ഉണ്ടാക്കി ജനങ്ങളെയെല്ലാം പേടിപ്പിച്ച് വിറപ്പിച്ച് ആകെ ഒരു വല്ലാത്ത കണ്ടീഷൻ ആക്കുന്ന ഈ പ്രവണത 100% സാത്താന്റെയാണ്. എന്നാൽ അന്യഭാഷ വിലക്കരുത്. അന്യഭാഷ യഥാർത്ഥത്തിൽ ദൈവവചനത്തിന്റെ അന്യഭാഷ നമുക്ക് മനസ്സിലാകും. അതറിയാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിൽ അറിയാം. അത് വിലക്കാനായിട്ട് അവകാശമില്ല. ചന്തവും ഉചിതവും അല്ലെങ്കിൽ അത് ദൈവസഭയിൽ അതിന്റെ ആവശ്യം ഇല്ല. ചന്തവും ഉചിതമായി നടക്കട്ടെ. അതിനായി ദൈവം ഈ അന്ത്യകാലത്ത് തന്റെ ഭക്തന്മാരെ കർത്താവ് ഉപയോഗിക്കട്ടെ. ആമേൻ. അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ തുടർന്നുള്ള ചില ഭാഗങ്ങൾ കൂടി ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.